പാലക്കാട് സ്പെഷ്യൽ വെള്ളപ്പയർ പുളിയാണ് അന്നത്തെ കറി. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്വാദുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം വെള്ളപ്പയർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ തന്നെ വെള്ളപ്പയർ കുതിർത്ത് കഴിഞ്ഞാൽ കുക്കറിൽ 2 വിസിൽ മതിയാവും. കുതിർത്തിട്ടില്ല നമ്മൾ അഥവാ വെള്ളത്തിലിടാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ ഒരു 5-6 വിസിലടുപ്പിച്ചാൽ മതിയാവും കുക്കറിൽ. പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് സവാള, ഒരു ചെറിയ സവാള മതി, പിന്നെ ഒരു തക്കാളി ചെറുത്, പിന്നെ കുറച്ച് കറിവേപ്പില, 2-3 വെളുത്തുള്ളിയുടെ അല്ലി നല്ലപോലെ ഒന്ന് വഴറ്റുക. അതിലേക്ക് പിന്നെ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. പുളി ഒരു തള വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച വെള്ളപ്പയർ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് കറി നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ നല്ല മഷി പോലെ അരച്ചത് ഈ കറിക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി നന്നായി തിള വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി വറുത്തിട്ട് കൊടുക്കാം.